ഹലോ, ഞങ്ങൾ കാനഡയിലെ ക്യൂബക് എന്ന് പറയുന്ന ഒരു പ്രൊവിൻസിലാണുള്ളത്. ലോകത്ത് എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ ഇവിടെയും COVID-19 ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. കുറച്ച് നാൾ ലോക്ക്ഡൗൺ ആയിരുന്നു. ഇപ്പോൾ ലോക്ക്ഡൗൺ മാറിയിട്ടുണ്ട്. പകരം കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഏതാണ്ട് 5 മാസത്തോളമായി കർഫ്യൂ. ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ COVID-19 സെക്കൻഡ് വേവ് വലിയ തോതിൽ വരികയാണ്. അത്യാവശ്യമാണെങ്കിൽ മാത്രം പുറത്തു പോകുമ്പോൾ മാസ്ക് നല്ല രീതിയിൽ ധരിക്കുക, സാനിറ്റൈസർ കരുതുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക. കാരണം COVID-19 ബാധിച്ച പലർക്കും സിംറ്റം വരുന്നില്ല, പക്ഷേ അവർക്ക് മറ്റുള്ളവരിലേക്ക് പകർത്താനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സിംറ്റം വരണമെന്നില്ല. നിങ്ങളുടെ മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കുമൊക്കെ ഇത് പകർത്താനുള്ള സാധ്യതയുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്നൊരു ഹോസ്പിറ്റലാണ്, അവിടുത്തെ റിസർച്ച് വിങ്ങിലാണ്. ഇവിടെ 2 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ ഇവിടുത്തെ സ്റ്റാഫിന് എല്ലാവർക്കും COVID-19 റാപ്പിഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. എംപ്ലോയീസിൻ്റെ ഫാമിലിയെയും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു COVID-19 റാപ്പിഡ് ടെസ്റ്റ് കിറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇതാണ് ആ COVID-19 റാപ്പിഡ് ആൻറ്റിജൻ ഡിറ്റക്ഷൻ കിറ്റ്. എങ്ങനെ വീട്ടിൽ ചെയ്യാം എന്നുള്ളത് ഇതിൽ നിന്ന് നോക്കാം, നിങ്ങൾക്കും കൂടെ കാണിക്കാം. എല്ലാവർക്കും ഉണ്ട്. നമ്മളിപ്പോൾ തുറക്കാൻ പോവാണ്. കാണാം ഇതിനകത്തുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ കിറ്റിൽ 30 റാപ്പിഡ് കോവിഡ് ടെസ്റ്റ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഉണ്ട്. ഈ കാണുന്നതാണ് സാമ്പിളിംഗ് സ്വാബ്സ്. ഞങ്ങൾക്ക് വേണ്ട 4 സാമ്പിളിംഗ് സ്വാബ്സ് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഈ കാണുന്നതാണ് ടെസ്റ്റ് ഡിവൈസ്, അത് 4 എണ്ണം മാറ്റി. ഇതാണ് റിയാക്ഷൻ റിയേജൻറ്റ് പാക്കറ്റ്. ഇതിനകത്ത് 10 റിയാക്ഷൻ ട്യൂബ് കാണും. അതുപോലുള്ള 3 പാക്കറ്റാണുള്ളത്. ഈ കാണുന്നതാണ് റിയാക്ഷൻ ട്യൂബ്. ഓരോ റിയാക്ഷൻ ട്യൂബ് നോക്കിയാലും അതിനകത്ത് ഏതാണ്ട് ഒരു 350 മൈക്രോ ലിറ്ററോളം ഒരു റിയേജൻ്റ് ഉണ്ട്. എക്സ്ട്രാക്ഷൻ ബഫർ ഉണ്ട്, അത് ക്യാപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അതിൽ നിന്നും ഈ സൊല്യൂഷൻ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിസ്പെൻസിങ് ടിപ്പും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള സാമ്പിൾ ഹോൾഡറാണ്. നമ്മൾ ഈ റിയാക്ഷൻ ട്യൂബ്സ് അതിനകത്തേക്ക് വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി 4 പേരുടെ നമ്പറും ലേബൽ ചെയ്യാം. ഈ ഡിവൈസ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. ടെസ്റ്റ് ഡിവൈസ് ആർക്ക് ആദ്യം ടെസ്റ്റ് ചെയ്യണ്ടേ? ആമിക്ക് പേടിയില്ല. ആമി ഓൾറെഡി കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ, അപ്പൊ നെഗറ്റീവ് ആയിരുന്നു അല്ലേ? ഇന്നും ആമിക്ക് നെഗറ്റീവ് ആയിരിക്കില്ലേ? അയ്യോ, പോസിറ്റീവ് ആയാലും വേണ്ട, ഇന്ന് നെഗറ്റീവ് മതി. ഓക്കെ, സാമ്പിളിംഗ് സ്വാബ് പൊട്ടിച്ചെടുത്തു. കുട്ടികൾക്ക് ബക്കൽ സ്വാബ് സാമ്പിളിംഗ് ആണ് ഈസി എന്നുള്ളത് കൊണ്ട് വായ്ക്കകത്ത് 2 കവിളിൽ നിന്നും സ്വാബ് റബ്ബ് ചെയ്ത് സാമ്പിൾ എടുക്കുകയാണ്. ഇനി സാമ്പിൾ കളക്ട് ചെയ്ത സ്വാബ് റിയേജൻ ട്യൂബ് തുറന്ന് അതിനകത്തുള്ള ലിക്വിഡിലേക്ക് നന്നായി മിക്സ് ചെയ്തു. 15 സെക്കൻഡോളം മിക്സ് ചെയ്തതിന് ശേഷം സ്വാബ് പുറത്തേക്ക് എടുക്കുമ്പോൾ ആ റിയേജൻ ട്യൂബ് ചെറുതായിട്ടൊന്ന് സ്ക്വീസ് ചെയ്ത് കൊടുത്ത് സ്വാബിനകത്ത് ഉള്ള എക്സ്ട്രാ ലിക്വിഡ് ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഡിസ്പെൻസിങ് ടിപ്പ് വെച്ച് അടച്ചു. ചെറുതായിട്ടൊന്ന് റിയേജൻ ട്യൂബ് ഒന്ന് മിക്സ് ചെയ്തു. ഇനി ഞങ്ങൾ കളക്ട് ചെയ്ത സാമ്പിളിൽ നിന്ന് ഒരു 3 ഡ്രോപ്പ് ഈ ഡിവൈസിലെ ഈ ഡ്രോപ്പിന്റെ പടമുള്ള സ്ലോട്ടിലേക്ക് ആഡ് ചെയ്യാണ്. 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം ഫൈനൽ റിസൾട്ട് കിട്ടാനായി. കുട്ടികൾക്ക് 2 പേർക്കും ബക്കൽ സ്വാബ് തന്നെ എടുത്തു. പക്ഷെ മുതിർന്നവർക്ക് നേസൽ സ്വാബ് സാമ്പിളിംഗ് ആണ് ബെറ്റർ. 2 മൂക്കിൽ നിന്നും സാമ്പിൾ കളക്ട് ചെയ്യാം. സാമ്പിൾ ആഡ് ചെയ്ത് കൃത്യം 15 മിനിറ്റ് ആകുമ്പോഴുള്ള റിസൾട്ടാണ് എടുക്കേണ്ടത്. അതായത് ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ കൺട്രോൾ അല്ലെങ്കിൽ C എന്ന് എഴുതിയതിന് നേരെയും ടെസ്റ്റ് അല്ലെങ്കിൽ T എന്ന് എഴുതിയതിന് നേരെയും ഓരോ വരകൾ കാണും. അങ്ങനെ 2 വര ഒരു ഡിവൈസിൽ കാണുകയാണെങ്കിൽ COVID-19 പോസിറ്റീവ് ആണ്. അതല്ല C എന്ന് എഴുതിയതിന് നേരെ മാത്രം ഒരു വര കാണുന്നുണ്ട് എങ്കിൽ COVID-19 നെഗറ്റീവ് ആണ്. ഇന്ന് ഞങ്ങൾ നടത്തിയ COVID-19 ആൻറ്റിജൻ ടെസ്റ്റിൽ ഞങ്ങൾ 4 പേരും COVID-19 നെഗറ്റീവ് ആണ്. എന്തു തന്നെയായാലും നമ്മൾ ഓരോരുത്തരും അവരവർക്ക് കഴിയുന്ന രീതിയിൽ COVID-19 വ്യാപനം തടയുന്നതിന് വേണ്ടി ശ്രമിക്കാം. വാക്സിൻ എടുക്കാൻ കഴിയുന്നവരെല്ലാം COVID-19 വാക്സിൻ എടുക്കുക. ക്യൂബക് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്ത COVID-19 സെൽഫ് കെയർ ഗൈഡിൻ്റെ PDF ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ട് എല്ലാവർക്കും നെഗറ്റീവ് ആണ്. അപ്പം
നെക്സ്റ്റ് വീക്ക് ആണെങ്കിൽ നമ്മൾ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് വീണ്ടും അറിയാം നമ്മൾ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ. ബൈ ബൈ.